ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പി ഒന്നുമല്ല, നല്ലൊരു ഹോം റെമഡിയാണ്. ജീരകവും പെരുംജീരകവും അത് തമ്മിലുള്ള വ്യത്യാസവും അത് പൊടിച്ച് നമ്മൾ വീട്ടിൽ വെക്കുന്നത് എങ്ങനെയാണെന്നും അതിനെന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നോക്കാം വീഡിയോയിലേക്ക്. 2 ബൗളുകളിലായിട്ട് ഞാൻ കുറച്ച് ജീരകവും പെരുംജീരകവും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ച് വെക്കുന്നുള്ളത് കൊണ്ട് ഇത് ആദ്യം നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. ചെടിയിൽ നിന്ന് കിട്ടുന്ന സീഡ് ആയതുകൊണ്ട് ചെടിയുടെ ഉണങ്ങിയ ഇലയും കമ്പുമൊക്കെ കാണും. അതെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കുക. ശേഷം ഇത് നമുക്ക് പൊടിച്ചെടുത്ത് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ജീരകത്തിലും പെരുംജീരകത്തിലും ഒരുപാട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ ലെവലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനും. ജീരകമാണെങ്കിൽ നല്ലൊരു ഫാറ്റ് റെഡ്യൂസിങ് ഏജൻറ്റാണ്. നല്ലതുപോലെ അയൺ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട് ജീരകത്തിൽ. പെരുംജീരകത്തിലാണെങ്കിലും നമ്മുടെ വായുനാറ്റമൊക്കെ മാറുന്നതിനും ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടുന്നതിനും ബ്ലഡ് നല്ല പ്യൂരിഫൈ ചെയ്യുന്നതിനൊക്കെ പെരുംജീരകവും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പൊടിച്ചെടുക്കാനായിട്ട് ജീരകം നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിന് ചൂടായിട്ടുണ്ട്, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക. ഇത് വറുത്ത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നല്ലൊരു വറുത്ത മൂത്ത ഒരു മണവും വരും. പിന്നെ ജീരകം പൊട്ടുന്ന ഒരു സൗണ്ടും കേൾക്കാൻ പറ്റും. പിന്നെ ആ ബ്രൗൺ കളർ മാറി കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ കളറായി മാറും. അപ്പോൾ കറക്റ്റായിട്ട് ജീരകം വൃത്തിയായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം, അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് കുറച്ചുകൂടി അതങ്ങ് മൂത്ത് പോകും. പെരുംജീരകം നമ്മൾ ഇതുപോലെ തന്നെ പച്ചയ്ക്ക് തന്നെ ഇതുപോലെ വറുത്തെടുക്കണ്ട, പച്ചയ്ക്ക് തന്നെ പൊടിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടിക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. ജീരകവും പെരുംജീരകവും ഇതുപോലെ പൊടിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ജീരകം പൊടിക്കുമ്പോൾ അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം മാത്രം ജീരകം പൊടിച്ചെടുത്ത് വെക്കുക. ഇപ്പോൾ രണ്ടും ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള വെള്ളം ഒട്ടും ഇല്ലാത്ത കുപ്പികളിലിട്ട് നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.